ശ്ലീഹ 4-ാം ചൊവ്വ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മർത്തയും മറിയവും. ജെറുസലേം യാത്രക്കിടയിൽ 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബെഥനിയായിലെ ആ വീട്ടിൽ യേശു പോവുക പതിവായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ മർത്ത അവനായി വാതിൽ തുറന്നു കൊടുത്തു. യേശു എപ്പോഴും നമ്മുടെ വാതിലിലും മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും വാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ അകത്തേക്ക് കടക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് ദർശനത്തിന്റെ മുന്നാസ്വാദനമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. യേശുവിനെ അനുഗമിക്കുന്നവരെ വിശുദ്ധരായിട്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം പരിഗണിച്ചിരുന്നത്. റോമ 16:15-2. ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കുന്നവരാണ് വിശുദ്ധർ. ദൈവസ്വരം അവർ എപ്പോഴും ശ്രവിക്കുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊന്നും അവരെ ബാധിക്കുന്നില്ല. അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് യേശുവിന്റെ കാൽച്ചുവട്ടിലിരുന്ന് അവന്റെ മധുരമൊഴികളിൽ മുഴുകിയിരിക്കുന്ന മറിയം. മർത്തയാകട്ടെ തങ്ങളെ സന്ദർശിക്കാനെത്തിയ യേശുവിന് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നതിനും മറ്റുമായിട്ടുള്ള ജോലികളിൽ വ്യാപൃതരായിരുന്നു. രണ്ടും ദൈവിക വേലകൾ തന്നെ. പക്ഷേ ഇവ തമ്മിലുള്ള കാതലാണ് വ്യത്യാസം. ഒരാൾ വർഷിപ്പർ, അടുത്തയാൾ വർക്കർ എന്നതാണ്. വർഷിപ്പർ ഏകാന്തമാണെങ്കിലും വർക്കർ പല കാര്യങ്ങളിലും വ്യാപൃതയാണ്. രണ്ടും നല്ലത്. ദൈവിക കാര്യങ്ങളിലും മുൻഗണനാക്രമം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. കർത്താവിന്റെ കാൽച്ചുവട്ടിലിരിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റൊന്നില്ല. ദൗർഭാഗ്യം പറയട്ടെ, ദൈവത്തെ സേവിക്കുന്നു എന്ന വ്യാജേന അപ്രധാന കാര്യങ്ങളിലാണ് നമ്മിൽ പലരും വ്യാപൃതരായിരിക്കുന്നത്.